പണ്ടത്തെ വെള്ളം നമുക്ക് തിളപ്പിക്കാണ്ട് കുടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് നമുക്ക് ആ ഒരു ചെറിയൊരു കട്ടിപ്പ് ഫീൽ ചെയ്യുമായിരുന്നു. ഓക്കെ. ഇപ്പൊ എന്ന് വെച്ചാൽ കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു 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 മിനറൽ വാട്ടറിന്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു കുടിക്കാൻ തോന്നുന്ന ഒരു 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 ഇതുണ്ട്. അതെ അതെ, നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ഓക്കെ, നല്ല വെള്ളം കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പഞ്ഞിപ്പള്ളയാണ്. പഞ്ഞിപ്പള്ളയിലാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ആറോ വാട്ടർ പ്യൂരിഫയർ, ആറോ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വെൽമൗണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ. നമ്മുടെ വീട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന വീടാണ് നമ്മുടെ വീട്. വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് വെക്കേണ്ട സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഈ ഒരു മാർബിളിന്റെ മേലെയാണ് നമുക്ക് നമ്മുടെ യൂണിറ്റ് വെക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 2 പ്രീ ഫിൽട്രേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു അയൺ റിമൂവറും ഒരു 5 മൈക്രോണിന്റെ ഒരു സെഡിമെന്റ് ഫിൽറ്ററും കൊടുക്കുന്നുണ്ട്. വാട്ടർ പോയിന്റ് നിയർ ബൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ലൂപ്പ് ചെയ്ത് ഇതിലേക്ക് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഫീഡ് കൊടുക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് ഇറങ്ങാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ പ്ലാന്റ്, ആറോ വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് സ്റ്റാൻഡൊന്നും അഡീഷണൽ വെക്കേണ്ട വന്നില്ല. നമുക്ക് ഇവിടെ തന്നെ ഒരു സ്ഥലം കിട്ടിയതിന്റെ പേരിൽ നമുക്ക് അതിന്റെ മേലെ ഗേറ്റ് വെച്ച് സംഭവം ഫിക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ഒരു പ്രീ ഫിൽറ്ററും അതേപോലെ തന്നെ ഒരു അയൺ റിമൂവറാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ഒരു ആൽക്കലൈൻ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽക്കലൈൻ ഫിൽറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ആൽക്കലൈൻ ഫിൽറ്റർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ഒന്ന് എടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളുടെ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി നമ്മുടെ കസ്റ്റമർ, നമ്മുടെ സുഹൃത്താണ് മിസ്റ്റർ സാൻഡി ജോസഫിനോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. നമ്മൾ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. വെള്ളത്തിന്റെ അകത്ത് നമുക്ക് pH വാല്യൂ ബേസിൽ തന്നെയായിരുന്നു, നോർമൽ ആയിരുന്നു. കാരണം ഇതിനു മുന്നേ ഇവിടെ ഒരു നമ്മുടെ ശംഖുഭസ്മം അതെല്ലാം എടുത്ത് ഒരു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതിന്റെയൊക്കെ ആ ഒരു കാലാവധി കഴിഞ്ഞു. ഇപ്പൊ എന്നിരുന്നാലും ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് ആവണം. അതായത് കാൽഷ്യം കാർബണേറ്റിന്റെ പ്രസൻസ് ഒന്ന് സെറ്റിൽ ഡൗൺ ആവണം. അതായത് ഒരു ലെയർ മാറി സ്കെയിൽ ഫോമിങ് നമുക്ക് വൈറ്റ് കളറിലെ സ്കെയിൽ ഫോമിങ് കാണിക്കുന്നത്. അതായിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമ്മൾ പ്യൂരിഫയർ വെച്ചു, അതിന്റെ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്ത് വേറെ കുഴപ്പമൊന്നും എല്ലാം നോർമൽ ആയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വേറൊരു കാര്യം കൂടെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ആൽക്കലൈൻ വാട്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആൽക്കലൈൻ ഫിൽറ്റർ നമ്മൾ ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് പ്രീ ഫിൽറ്റർ ആയിട്ട് നമ്മളൊരു 5 മൈക്രോണിന്റെ സെഡിമെന്റ് ഫിൽറ്ററും അതുകൂടാതെ ഒരു അയൺ റിമൂവറും നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നമുക്ക് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഇതിന്റെ വിശേഷം നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, കുടിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ സാൻഡി, നമുക്ക് ഇതൊന്ന് നോക്കാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. വെള്ളം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞോളൂ എന്താണെന്നുള്ളത്. പണ്ടത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്തായിരുന്നു നമുക്ക് കംപ്ലൈന്റ്? പണ്ടത്തെ വെള്ളം നമുക്ക് തിളപ്പിക്കാണ്ട് കുടിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം വെച്ചാല് നമുക്ക് ആ ഒരു ചെറിയൊരു കട്ടിപ്പ് ഫീൽ ചെയ്യുമായിരുന്നു. ഓക്കെ. ഇപ്പൊ എന്ന് വെച്ചാൽ കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു മിനറൽ വാട്ടറിന്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു കുടിക്കാൻ തോന്നുന്ന ഒരു ഇതുണ്ട്. ആ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. അതെ അതെ, നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ഓക്കെ, നല്ല വെള്ളം കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതെ അതെ അതെ. പിന്നെ റോഷിന്റെ സുഹൃത്തുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിളിക്കാനും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ണടച്ച് ആളെ വിളിച്ച് ഏൽപ്പിക്കാം. കാരണം വെച്ചാൽ നമ്മൾ അത്രയും കണക്ഷനിലുള്ളതാണ്, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നോട്ടുള്ള ബന്ധമാണ്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആളുടെ സർവീസിൽ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വിളിച്ച് ഇത് റെഡിയാക്കിയത്. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് കോൾ ചെയ്യുക, ആളൊന്ന് സെറ്റ് ചെയ്ത് തരും. സാറ്റിസ്ഫൈഡ് ആണ്. ആയിക്കോട്ടെ. അപ്പൊ താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നത് ബൈ.